സുജയ പാർട്ടി പത്മവ്യൂഹത്തിലാണോ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞായിരുന്നു. ഇപ്പം പതിയെ പതിയെ ഓരോരുത്തരായിട്ട് വെള്ളം എടുത്തിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് കുടിക്കേണ്ടി വരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്നാൽ മാത്രമേ പത്മവ്യൂഹത്തിലാണ്. പത്മവ്യൂഹം എന്നുള്ള വാക്കൊക്കെ അത് നമ്മൾ വളരെ സീക്രഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ്. അങ്ങനെയുള്ളൊരു പത്മവ്യൂഹത്തിലൊന്നും കയറി ചെല്ലുന്ന ഒരു പാർട്ടിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അഭിമന്യുവിനെ പോലെ നമുക്ക് താരതമ്യം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ പത്മകുമാരൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അഭിമന്യു മോഷണമൊന്നും നടത്തിയിട്ട് പോയി ചെന്ന് കയറിയതല്ല ഈ പത്മവ്യൂഹം എന്ന് പറയുന്നത്. പുരാണമൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പാർട്ടി ഇപ്പോൾ ഒരു ഊരാ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് പുരാണങ്ങളിൽ നിന്നുള്ള ഈ വാക്കെടുത്ത് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ യെസ് ആണ് എൻ്റെ മറുപടി. ഇവിടെ അയ്യപ്പൻ തീരുമാനിക്കുമെന്ന് പത്മകുമാർ ഇന്ന് എന്തായാലും സമ്മതിച്ചു. അയ്യപ്പൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ തന്നെ അയ്യപ്പൻ തീരുമാനിച്ചതാണ്. എന്നാൽ ശരി, ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയതല്ലേ, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാം, എല്ലാം ശരിയാക്കാമെന്നാണല്ലോ അധികാരത്തിലെത്തുമ്പോൾ LDF പറഞ്ഞത് 2016. അതിനുശേഷം ഉറപ്പാണ് LDF. അപ്പോൾ എല്ലാം ശരിയാക്കി ഉറപ്പായി നിൽക്കട്ടെ എന്ന് കരുതി അയ്യപ്പൻ കൂടി സഹായിക്കുന്നതാണ്. കാരണം അയ്യപ്പൻ്റെ ഒരു മുന്നിലേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് കോടാനുകോടി വിശ്വാസികൾക്ക് അവരവരുടെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെക്കുമ്പോൾ ആ സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കൊടുക്കുന്ന ഒരു ആളായിട്ടാണ് അയ്യപ്പനെ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് വിശ്വാസികൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ പത്മകുമാറിൻ്റെ ആശങ്കകൾ, അദ്ദേഹത്തിൻ്റെ ആവലാതികൾ, അദ്ദേഹവും അയ്യപ്പന് മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പാർട്ടിയുടെ ജില്ലാ ഘടകത്തിലുള്ള ആളാണെങ്കിലും. അപ്പോൾ അങ്ങനെ പത്മകുമാറും പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞത് അയ്യപ്പൻ തീരുമാനിക്കും. അയ്യപ്പൻ തീരുമാനിച്ചത് നടപ്പാക്കാനായിട്ടുള്ള ഒരു ഉപകരണമായി. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി, അത് ഏത് ശക്തിയായാലും ഏത് മതവിശ്വാസിയായാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ഒരു സുപ്രീം പവർ ഉണ്ട്. ആ പവർ ആക്ട് ചെയ്യുന്നത് അതിൻ്റെതായ രൂപത്തിലല്ല, മറ്റ് വ്യക്തികളിലൂടെയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്മകുമാറിലൂടെ അയ്യപ്പൻ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. SITക്ക് മുന്നിൽ കൊടുത്തിരിക്കുന്ന മൊഴി ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അയ്യപ്പൻ തീരുമാനിച്ച കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് ആകാം ഇന്ന് പത്മകുമാറിൻ്റെ ശരീരഭാഷയിൽ നമ്മൾ കണ്ടത്. SITയുടെ മുന്നിലേക്ക് എത്താനൊക്കെ പലതവണ ഒഴിവുകഴിവുകൾ പറഞ്ഞതിന് ശേഷമാണ് ഇന്ന് രാവിലെ SITയുടെ മുന്നിലേക്ക് പത്മകുമാർ എത്തുന്നത്. അറസ്റ്റ് ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം താൻ ചെയ്ത കാര്യം എന്താണ്, തനിക്കൊപ്പം ഈ കാര്യങ്ങൾ ചെയ്യാൻ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ ഒരു പ്രായമായല്ലോ. അപ്പം റീകളക്ട് ചെയ്യണമല്ലോ അന്ന് സംഭവിച്ച കാര്യങ്ങൾ. അതിനുള്ള തെളിവുകൾ എല്ലാം ശേഖരിച്ചതിന് ശേഷമാകണം SITയുടെ മുന്നിലേക്ക് പത്മകുമാർ പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രേഖകളടക്കം വേണം. വെറുതെ അങ്ങോട്ട് ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞാൽ ശരിയാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ SITയുടെ മുന്നിലേക്ക് കൃത്യമായ കാര്യങ്ങൾ, വാസുവാണെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരത്തെ തന്നെ ഇമെയിൽ ഇതാണ് പോറ്റി അയച്ച ഇമെയിൽ, ബാക്കി വന്ന സ്വർണ്ണത്തെക്കുറിച്ച്, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ തന്നെ പത്മകുമാറും കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷം ഈ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിയതാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം താൻ പെടുകയാണെങ്കിൽ തന്നെ ഇതിൽ പെടുത്തിയവർ, അതിന് മുകളിലുള്ളവർ ഒക്കെ പെടട്ടെ എന്ന് പത്മകുമാർ കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ കഴിയുമോ? അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിക്കാൻ അന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു വ്യക്തിയായിരിക്കില്ല, ഒന്നിലധികം വ്യക്തികളുണ്ടാകും. അതുകൊണ്ടാണ് അയ്യപ്പൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ഇവിടെ 6ാമത്തെ അറസ്റ്റ് ഇതുവരെ കണ്ട അറസ്റ്റുകൾ പോലെയല്ല. 6ാമത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റാണ്. കാരണം എല്ലാം അറിയുന്ന ഒരാളെ അന്വേഷണ സംഘത്തിന് കിട്ടിയാലേ മറ്റ് കണ്ണികളിലേക്ക് കണക്ട് ചെയ്തു പോകാൻ കഴിയുള്ളൂ. ഇതുവരെ അറസ്റ്റിലായ 5 പേരിൽ വാസു മാത്രമാണ് എല്ലാ കണ്ണികളെയും ഒരുപക്ഷെ അറിയാമായിരിക്കുന്ന ആൾ. പക്ഷേ അവിടെയും പോറ്റിയുമായി ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെ നടത്തിയിട്ടുള്ള ആളായി SIT കണ്ടെത്തിയിരിക്കുന്നത് പത്മകുമാറിനെയാണ്. ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളടക്കം ശേഖരിച്ചതിന് ശേഷമാണ് പത്മകുമാറിനെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ SIT ആ കാര്യങ്ങൾ വ്യക്തമാക്കുമായിരിക്കും. എന്തായാലും ഇവിടെ ഇപ്പോൾ നോക്കൂ, എന്തൊരു നാണക്കേടാണ്. കട്ടിളപ്പാളി കടത്തിയ കേസിൽ കോന്നി മുൻ MLA അറസ്റ്റിൽ. ഈ വാചകം വായിക്കാൻ തന്നെ എന്തൊരു നാണക്കേടാണ്. കട്ടിളപ്പാളി, നമ്മൾ ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങളൊക്കെ ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന സിനിമയിൽ കട്ടിളയാണ്, കട്ടിള ഗോപാലനാണ്. കട്ടിള എവിടെ വെച്ച് കഴിഞ്ഞാലും, ഏത് വീടിന് കട്ടിള വെച്ചാലും ഗോപാലൻ അത് പൊക്കും. ഇത് ഗോപാലനേക്കാളും അപ്പുറമാണ്, അയ്യപ്പൻ്റെ കട്ടിളയും പൊക്കും. അങ്ങനെയുള്ള ഒരു ഗോപാലനായി മാറുകയാണ് കോന്നിയുടെ മുൻ MLA ആയ CPIഎമ്മിൻ്റെ മുതിർന്ന നേതാവായ 1991 34ാമത്തെ വയസ്സിൽ കോന്നിയിൽ MLA ആയതാണ്. ഈ അടുത്തൊന്നും ആയതല്ല. അത്രയും കാലമായി 19 വർഷമായി പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു ഉറച്ച സഖാവ്. ആ സഖാവാണ് അയ്യപ്പൻ്റെ മുതൽ കള്ളൻ, മറ്റ് കള്ളന്മാർക്ക് കുട പിടിച്ച പെരുങ്കള്ളൻ. അതാണിപ്പോൾ SIT അറസ്റ്റിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ ആ കള്ളനെ ഇത്രയും നാളും കൊണ്ടു നടന്ന പാർട്ടി പിന്നെ പത്മവ്യൂഹത്തിലെന്നല്ല, അതിനും അപ്പുറത്ത് എന്തെങ്കിലും ആണെങ്കിൽ അതാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ പാർട്ടിക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. അതുകൊണ്ടാണ് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന നിലയിൽ MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന ഒരു പ്രതികരണം അങ്ങ് നടത്തിയിട്ട് പോയത്. എന്ത് പറയാനാണ്? ഈ കള്ളനെ കൊള്ളാൻ പറ്റുമോ? ഈ കള്ളനെ തള്ളിയാൽ ഈ കള്ളൻ മറ്റു കള്ളന്മാരുടെ പേര് പറയില്ലേ? അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലാണ് MV ഗോവിന്ദ മാസ്റ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒന്നും എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയിലൊന്നും നേരിട്ടിടപെട്ടിട്ടുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നതിനൊക്കെ മുമ്പേ നടന്ന ഇടപാടുകളാണല്ലോ ഇതൊക്കെ. അപ്പോൾ MV ഗോവിന്ദ മാസ്റ്റർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് അദ്ദേഹം കള്ളന്മാരെ സംരക്ഷിക്കേണ്ട എന്നുള്ള ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും എന്തായാലും തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെരിഫറലായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
വിഷയത്തിന്റെ മെറിറ്റിലേക്കൊന്നും അദ്ദേഹം ആഴത്തിൽ പോകാനോ അല്ലെങ്കിൽ ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ സാധിക്കാത്ത യെസ് ഓർ നോ എന്ന് ചോദിക്കുമ്പോൾ ഓർ എന്നുള്ളൊരു മറുപടിയാണ് ഇന്ന് എം വി ഗോവിന്ദമാസ്റ്റർ നടത്തിയത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു മറുപടിയായിട്ട് ഞാൻ കരുതുന്നുമില്ല. ഇന്ന് അദ്ദേഹത്തിന് അത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കൊള്ള നടന്നത് എങ്ങനെയാണ്? ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, ഒരാളുടെ മാത്രം താല്പര്യം, അയാൾക്ക് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകാൻ, അയാൾ ഒരു സ്വർണ്ണക്കള്ളൻ, അയാൾ റോദം ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിന്റെ മറ്റ് ഇടപാടുകാരുമായിട്ടൊക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ഇടപാട്, അതുപോലെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടത്തിയ ഇടപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ലിമിറ്റഡ് ആക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ. അതിനുശേഷം കൂടുതൽ പേരിലേക്ക് അന്വേഷണം നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? കൂടുതൽ പേരിലേക്ക് അന്വേഷണം നടന്നപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അഴിമതി, ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യം ഇപ്പോൾ അതും കഴിഞ്ഞ് മൂന്നാമത്തെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഗെയിമിനൊക്കെ ഈ പറയുന്ന ഈസി മോഡുണ്ട്, അതുപോലെ തന്നെ അതിന് അടുത്ത റേഞ്ച് ഉണ്ട്, അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരോ റേഞ്ച് കയറിയാണ് വരുന്നത്. ഇപ്പോൾ അങ്ങനെ ഓരോ റേഞ്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ ഘടകത്തിലെ പ്രധാനപ്പെട്ട നേതാവ്, മുൻ MLA എന്നുള്ള റേഞ്ച് വരെ എത്തിയിട്ടുണ്ട്. ഇനി മുൻമന്ത്രി എന്ന റേഞ്ചിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. മുൻമന്ത്രി എന്ന റേഞ്ചിലേക്ക് കടക്കാനായിട്ടുള്ള മരുന്ന് എന്തായാലും പത്മകുമാർ ഇപ്പോൾ കൊടുത്തു വെച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ന് മുൻമന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അതിനുശേഷം ദേവസ്വം മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ, അതിനുശേഷം ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന N വാസവൻ, അപ്പോൾ ഈ മൂന്ന് പേരുടെയും പങ്ക് അന്വേഷിക്കുന്ന രീതിയിലേക്ക് വന്നാൽ ഇതിലൊരു ക്ലാരിറ്റി വരികയുള്ളൂ. കാരണം ഈ മൂന്ന് പേരുടെയും കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ അതെല്ലാം പരിശോധിക്കപ്പെടണമല്ലോ. അല്ലാതെ N വാസവന് അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്ക് അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയില്ല. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് ഈ കത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, കത്ത് കൊടുത്തു എന്നാണ് ഇപ്പോൾ പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴി. അപ്പോൾ അത് റിമാൻഡ് റിപ്പോർട്ടായി വരികയും അല്ലെങ്കിൽ ഈ കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുകയും SIT അത് കോടതിയിൽ എത്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിലേക്ക് പോകേണ്ടി വരും. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, വൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീങ്ങണം, ഇത് ലിമിറ്റഡ് ആയിട്ടുള്ളൊരു അന്വേഷണം അല്ല വേണ്ടത്, എല്ലാ മേഖലകളിലും അന്വേഷണം എത്തണമെന്ന് ഹൈക്കോടതി കൃത്യമായിട്ടുള്ള നിർദ്ദേശം SITക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം നടന്നില്ല എങ്കിൽ ഇതിലെ സത്യം പുറത്തു വരില്ല. ഇവിടെ സ്വർണം ചെമ്പാക്കിയ ആളുകൾ ആരൊക്കെയാണ്, ആ ചെമ്പാക്കിയവരുടെയൊക്കെ ചെമ്പ് തെളിയണം. ആ ചെമ്പ് തെളിയുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്നതാണ് എൻ്റെ വ്യക്തിപരമായ ഇതിലെ അഭിപ്രായം. ഇവിടെ CPIM പ്രതിരോധത്തിലാണ് എന്ന് പറയുമ്പോൾ, CPIM എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനം എത്രത്തോളം പ്രതിരോധത്തിലാണ് എന്നത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് തള്ളിക്കളയാം. ഈ വ്യക്തിയെ അങ്ങ് ഒഴിവാക്കിയാൽ മതി, ഈ വ്യക്തി കാര്യങ്ങൾ ചെയ്തത് പാർട്ടിയുടെ അറിവോടെയല്ല എന്ന് പറഞ്ഞ് ഡിസോൺ ചെയ്യണം. പക്ഷേ ഡിസോൺ ചെയ്യുമ്പോഴത്തേക്കും കൂടെയുള്ള ബാക്കി ആരെങ്കിലും ഒക്കെ പെടുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടാകും. പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ ആ തീരുമാനം പാർട്ടി എടുത്തില്ല എങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ, ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ CPIMന് നല്ല രീതിയിൽ, ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ പലയിടങ്ങളിലും മേൽക്കൈയുണ്ട്. അത് ഒരുപക്ഷെ അവർ നിലനിർത്തുമായിരിക്കും. പ്രാദേശിക വിഷയങ്ങളൊക്കെ വെച്ചാണ് വോട്ടിടുന്നത്. ഈ ശബരിമലയൊന്നും വിഷയമാക്കാതെ ഒരുപക്ഷെ അവർക്ക് കഴിഞ്ഞ തവണത്തെ അതേ മാർജിനുള്ള വിജയം ആവർത്തിക്കാനോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിജയത്തിലേക്ക് പോകാനോ ഒക്കെ സാധിച്ചേക്കും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇത് വൈഡായി ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും. കാരണം കോടതിയിലേക്ക് ഈ പ്രതികളുടെയൊക്കെ അറസ്റ്റൊക്കെ പൂർത്തിയായി ഈ കേസ് പൂർണ്ണ തോതിൽ എത്തുന്നത് ആ ഒരു സമയമാകുമ്പോഴായിരിക്കും. ഒരു ജനുവരിയൊക്കെ ആകുമ്പോഴേക്കായിരിക്കും ഈ അറസ്റ്റും ഇതിന്റെ അന്വേഷണവും എല്ലാം ഏകദേശം തീരാറായി എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുക. അല്ലെങ്കിൽ ഒരുപക്ഷെ അപ്പോഴും ഈ അറസ്റ്റുകളുടെ ഒരു കണ്ടിന്യൂവേഷൻ ഓരോരുത്തരും നൽകുന്ന മൊഴി അനുസരിച്ച് ആൻഡ്രൂ സർ പറഞ്ഞതുപോലെ ഇതൊരു ചെയിൻ റിയാക്ഷനായി വേണമെങ്കിൽ പോകാം. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ ഒരു തുടർച്ച ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഡിസംബർ 9-നോ 11-നോ ഒന്നും ഇത് തീരില്ല. മഴ പെയ്തു തോർന്നാലും മരം പെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ കാണുക. അപ്പോൾ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ, അല്ലെങ്കിൽ ഇപ്പോൾ MP ആയ മുൻ ദേവസ്വം മന്ത്രിയായ K രാധാകൃഷ്ണനെ, ഇപ്പോഴത്തെ മന്ത്രിയായ വാസവനെ, ഇവരെക്കുറിച്ചൊക്കെ പത്മകുമാർ ഏതെങ്കിലും തരത്തിൽ, പത്മകുമാറിന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള മന്ത്രിയെക്കുറിച്ച് മാത്രമാണ് പറയാൻ കഴിയുക, അതിനുശേഷമുള്ള കാര്യങ്ങളിൽ ഇവരെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ വരികയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ എന്തായാലും അങ്ങനെയുള്ള പരാമർശങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചുള്ള നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു പരാമർശമല്ലാതെ മറ്റൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് പാർട്ടി 100% പ്രതിരോധത്തിലായി എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ പാർട്ടിക്ക് ധാർമ്മികമായി മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്തം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം N വാസുവായാലും പത്മകുമാർ ആയാലും പാർട്ടിയുടെ ലെവലിലാണ് ഈ പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്തത്. അത് എത്ര പറഞ്ഞാലും ഇനി തള്ളിക്കളയാനോ മാറ്റി പറയാനോ ഒന്നും കഴിയില്ല. അത് അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പാർട്ടിയുടെ അറിവോടെ അല്ല ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അങ്ങ് പുറത്താക്കാം, അല്ലെങ്കിൽ ഇവരെ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കാം. അതല്ലാതെ അന്വേഷണം തീരട്ടെ, കോടതി ശിക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ച് കുഴപ്പമാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പത്മകുമാറിന്റെ കാര്യം നേരത്തെ മാഡം സൂചിപ്പിച്ചല്ലോ, പാർട്ടി നേതൃത്വവുമായി അത്ര നല്ല ടേംസിലല്ല എന്ന്. പത്തനംതിട്ടയിൽ തന്നെ നല്ല ടേംസിലല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മേൽഘടകത്തിലേക്ക് എത്താൻ കഴിയാതെ പോയത്. അപ്പോൾ ആ കണക്ക് പത്മകുമാറിന് വേണമെങ്കിൽ ഈ മൊഴിയിൽ തീർക്കാം. അത് തീർക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ട് അറിയാം. എന്തായാലും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ SITയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പോറ്റിയും പത്മകുമാറും തമ്മിൽ മാത്രമാണോ സാമ്പത്തിക ഇടപാടുകൾ നടന്നത്? അതും SIT അന്വേഷിക്കേണ്ട ഘടകമാണ്. ആരും ഒരു മെച്ചവുമില്ലാതെ ഒന്നും ചെയ്യില്ലല്ലോ. എന്തായാലും ജനപ്രിയ പദ്ധതികളൊക്കെ പറയേണ്ട സമയത്ത് പ്രതിരോധം തീർക്കേണ്ട അവസ്ഥയിലേക്ക് ഇടതുപക്ഷം എത്തിയിട്ടുണ്ട്. Meet the editors.